എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിവിടെ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാവുന്നതും ടേസ്റ്റിയുമായ ഒരു എഗ്ഗ് റെസിപ്പിയാണ്. അതിനായി കുറച്ച് കാടമുട്ടയും നാടൻ കോഴിമുട്ടയും എടുത്തിട്ടുണ്ട്. രണ്ടിൻ്റെയും വേവ് സെയിം ആയതുകൊണ്ട് ഒരുമിച്ചിട്ടാണ് പുഴുങ്ങുന്നത്. ഒരു പാത്രത്തിൽ ആവശ്യത്തിന് വെള്ളവും കുറച്ച് ഉപ്പും ചേർത്ത് 15 മിനിറ്റ് മുട്ട പുഴുങ്ങിയെടുക്കാം. ഒരു ചട്ടി വെച്ച് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് 4 സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. കൂടെ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവാള ചെറുതായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അരിഞ്ഞതും 5 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും പച്ചമുളക് ചെറുതായി അരിഞ്ഞത് ഏകദേശം 4 എണ്ണം എടുത്തിട്ടുണ്ട്. കൂടെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് ലോ ഫ്ലെയിമിൽ നല്ലതുപോലെ വാട്ടിയെടുക്കണം. സവാള നന്നായി വാടി വന്നിട്ടുണ്ട്. ഇതിലേക്ക് 3 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ഇത് നന്നായി ഒന്ന് വാട്ടിയെടുക്കണം. തക്കാളി വെന്ത് സവാളയുമായി നന്നായി ചേർന്ന് വന്നാൽ അതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും ചേർത്ത് നന്നായി 2 മിനിറ്റ് വരെ ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് 1 കപ്പ് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കാം. ഗ്രേവി നന്നായി തിക്കായി വന്നിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റി വയ്ക്കാം. ഒരു ഫ്രൈങ് പാൻ വെച്ച് ചൂടായതിനു ശേഷം അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ലോ ഫ്ലെയിമിലാക്കി ഇതിലേക്ക് 1/2 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറുതായി വരഞ്ഞു വെച്ച മുട്ട ചേർത്ത് 2 മിനിറ്റ് ഫ്രൈ ആക്കി എടുക്കാം. ഇത് തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഗ്രേവിയിലേക്ക് ചേർത്ത് ഇളക്കി കൊടുക്കാം. സ്വാദിഷ്ടമായ മുട്ട റോസ്റ്റ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും.
വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ പുതിയ റെസിപ്പിയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.